പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കിനെ തുടർന്നാണ് നടപടി. ചാലക്കുടി വെട്ടുകടവ് കനാൽ റോഡിൽ 6 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. നായയെ അടിച്ചുകൊന്നു. 30ഓളം തെരുവ് നായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നഗരസഭ. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ. പ്രതി പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. വൈശാഖ പുണ്യമാസത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്കേറി. അഷ്ടപതി സംഗീതോത്സവം തുടങ്ങി. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കിനെ തുടർന്നാണ് നടപടി. കുരുക്കൊഴിവാക്കാൻ കരാർ കമ്പനിക്ക് കളക്ടർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. സുഗമമായ യാത്രാ സൗകര്യം ഉറപ്പായതിനു ശേഷം ഉത്തരവ് പുനഃപരിശോധിക്കുമെന്നും കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കി. ചിറങ്ങര അടിപ്പാത നിർമ്മാണ സ്ഥലത്തും പരിസരത്തും വ്യാപകമായ ഗതാഗത കുരുക്കാണെന്ന പരാതിയെ തുടർന്നാണ് ദേശീയപാത അതോറിറ്റിയുമായി ജില്ലാ ഭരണകൂടം പലതവണ ചർച്ചകൾ നടത്തിയിരുന്നു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് ടോൾ പിരിവ് നിർത്തലാക്കുന്നതിന് ഈ മാസം 16-ന് എടുത്ത തീരുമാനം ദേശീയപാത അതോറിറ്റി സാവകാശം ആവശ്യപ്പെട്ടതിനാൽ പിൻവലിച്ചിരുന്നു. ഏപ്രിൽ 28-നകം ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ദേശീയപാത അതോറിറ്റി നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. ചാലക്കുടി വെട്ടുകടവ് കനാൽ റോഡിൽ 6 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വെട്ടുകടവ് കനാൽ റോഡിൽ വെച്ച് 4 പേർക്കും കൂടപ്പുഴ ലൂസിയ നാൽക്കവലയിൽ വെച്ച് 2 പേർക്കുമാണ് കടിയേറ്റത്. കടിയേറ്റവരിൽ നായയെ കാലിൽ പിടിച്ച് പൊക്കി നിലത്തടിച്ച് കൊന്നു. നേരത്തെ നായ ആനമല ജംഗ്ഷനിലെത്തി മറ്റ് തെരുവ് നായ്ക്കളെ കടിക്കുകയും ചെയ്തിരുന്നു. വെട്ടുകടവ് കപ്പേള കവലയിലും ഏതാനും ദിവസമായി പരിസരത്ത് അലഞ്ഞുതിരിയുന്ന നായ്ക്കൾക്കും കടിയേറ്റിട്ടുണ്ട്. ചാലക്കുടി മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ആളുകളെയും മറ്റ് നായ്ക്കളെയും ആക്രമിച്ച തെരുവുനായ ചത്തതിനെ തുടർന്ന് അടിയന്തര നടപടികളുമായി നഗരസഭ. മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും 30ഓളം തെരുവുനായ്ക്കളെ പിടിച്ച് സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. വെള്ളിയാഴ്ചയാണ് മാർക്കറ്റിൽ സ്ഥിരമായി കണ്ടിരുന്ന ഒരു നായ ആളുകളെ കടിച്ചത്. മറ്റ് നായ്ക്കൾക്കും ഇതിന്റെ കടിയേറ്റു. രാത്രിയിൽ തന്നെ നഗരസഭാ ജീവനക്കാർ മാർക്കറ്റും പരിസരവും നിരീക്ഷിച്ചുവെങ്കിലും നായയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ ഈ നായയെ മാർക്കറ്റ് പരിസരത്ത് വെച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. മണ്ണുത്തി വെറ്ററിനറി ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇതേ തുടർന്നാണ് തെരുവുനായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കഴിമ്പ്രത്ത് കുതിരയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചതായി പരാതി. ചാമക്കാല സ്വദേശി വേലിപ്പറമ്പിൽ അക്ബറിന്റെ കുതിരയ്ക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. കുതിരയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. കഴിമ്പ്രം ബീച്ചിൽ പ്രവർത്തിക്കുന്ന ഹോഴ്സ് വേൾഡ് റൈഡിംഗ് അക്കാദമിയിലെ കുതിരയാണിത്. 4 മാസം മുൻപ് മറ്റൊരു കുതിരയെ വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചതായും അക്ബർ വലപ്പാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസിനെ ബംഗളൂരുവിൽ നിന്ന് പോലീസ് പിടികൂടി. പ്രതിയെ ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ലഹരിക്കേസിൽ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 7-നാണ് കൊടുങ്ങല്ലൂർ ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുത്തത്. മുൻകൂർ ജാമ്യം തേടി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. 2023 ഫെബ്രുവരി 27-നാണ് ലഹരിമരുന്ന് കൈവശം വെച്ചുവെന്നാരോപിച്ച് എക്സൈസ് ഷീല സണ്ണിയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ വ്യാജ LSD സ്റ്റാമ്പുകളാണെന്ന് കണ്ടെത്തുകയായിരുന്നു. കുറ്റം ചെയ്യാതെ 72 ദിവസമാണ് ഷീല ജയിലിൽ കഴിയേണ്ടി വന്നത്. ആരാണ് നാരായണദാസ് എന്ന് തനിക്കറിയില്ലെന്നും ഇയാളോടൊപ്പം ഗൂഢാലോചനയിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഷീല സണ്ണി പറഞ്ഞു. വ്യാജ മയക്കുമരുന്ന് കേസിൽ നാരായണദാസിനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയതറിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. മരുമകളുടെ സഹോദരിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നോട് ഇത്രയേറെ വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്തെന്ന് അറിയില്ല. കേസുമായി ബന്ധപ്പെട്ട് മകൻ ഒളിവിൽ കഴിയുന്നതിലും വിഷമമുണ്ടെന്ന് ഷീല സണ്ണി പറഞ്ഞു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി റോഡിലെ ഫ്ളാറ്റിൽ നിന്നും ഷീല സണ്ണി ഇപ്പോൾ പടിഞ്ഞാറെ ചാലക്കുടിയിലെ ഫ്ളാറ്റിലേക്ക് താമസം മാറ്റി. പിടിച്ചതിൽ സന്തോഷമുണ്ട്.
ഇനിയിപ്പോൾ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയാണ് ഇത് ആൾ ചെയ്തതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് അവരിതിങ്ങനെ ചെയ്തത്? നാരായണദാസൻ പറയുന്ന വ്യക്തിനെ എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ചാനലിൽ വരുമ്പോഴാണ് ഈ നാരായണദാസിന്റെ പേര് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഈ അറിയാതെ ഒരു വ്യക്തി ഇത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ചെയ്തതെന്ന് അത് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ആ ഒരു കുറ്റം ചെയ്യാതെ, അതായത് മയക്കമരുന്ന്, ഞാൻ ആദ്യം തുടങ്ങിയ എല്ലാ ചാനലും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാതെ ഒരു വ്യക്തിയായിരുന്നു. സാധാരണ ഒരു ചെറിയ പാർലറും വെച്ച് ജീവിച്ചു പോയിരുന്ന വ്യക്തി പെട്ടെന്നൊരു ദിവസം മയക്കമരുന്ന് ബാഗിലും വണ്ടിയിലും ഉണ്ട് എന്ന് പറയുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യുന്ന 72 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. അതിൻ്റെ പിന്നിൽ ഞാൻ കുറേ ഞാൻ ആ ജയിലിൽ കിടന്ന കാലഘട്ടങ്ങൾ എങ്ങനെയാ കഴിഞ്ഞു പോയാൽ എനിക്കിപ്പോഴും എങ്ങനെയാ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാനതങ്ങനെ പിടിച്ചു നിന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്ര ദർശനത്തിന് അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. മേടമാസത്തിലെ കറുത്തവാവിന്റെ പിറ്റേന്ന് പ്രഥമ മുതൽ ഇടവത്തിലെ അമാവാസി വരെയുള്ള ചാന്ദ്രമാസമാണ് വൈശാഖ മാസമായി ആചരിക്കുന്നത്. വൈശാഖത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിന് പ്രത്യേകം ക്രമീകരണങ്ങൾ ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലരാമ ജയന്തി കൂടിയായ അക്ഷയ തൃതീയ ബുധനാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശികളായ ക്ഷേത്രം കഴകക്കാരുടെ വകയായി വിശേഷാൽ നിറമാല, ശ്രീലകത്ത് നെയ്വിളക്ക് എന്നിവയും ഉണ്ടാകും. രാവിലെയും ഉച്ചകഴിഞ്ഞും മേളത്തോടെ കാഴ്ചശിവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും. വൈശാഖം സമാപിക്കുന്നതുവരെ ദിവസവും സന്ധ്യയ്ക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭക്തി പ്രഭാഷണവും ഉണ്ടാകും. വൈശാഖ മാസാചരണം മെയ് 26-ന് സമാപിക്കും. കശ്മീരിലെ ഭീകരാക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നത് തെറ്റാണെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSും ജമാഅത്തെ ഇസ്ലാമിയും തൊഴിലാളി വർഗ താൽപര്യത്തിന് വിരുദ്ധമായ പ്രസ്ഥാനങ്ങളാണെന്നും എളമരം കരീം പറഞ്ഞു. MV ജയരാജൻ, KM ഗോപിനാഥ്, TK രാജൻ, UP ജോസഫ്, MK ബാലകൃഷ്ണൻ, ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ TB സുബൈർ, PR ജയപ്രകാശ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, AS മനോജ്, PK പുഷ്പാകരൻ, ജനറൽ കൺവീനർ TB ദയാനന്ദൻ, RV ഇക്ബാൽ, PP അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും. അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെക്ക് നൽകി കബളിപ്പിക്കുകയും ചെയ്ത കേസിൽ വെള്ളറക്കാട് വിവേകസാഗരം സ്കൂൾ മാനേജറുടെ സഹോദരൻ പള്ളിയത്ത് വീട്ടിൽ ഹരനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഹരന്റെ സഹോദരൻ ഹൈമനാണ് സ്കൂളിന്റെ മാനേജർ. താൻ മാനേജരാണെന്നും സ്കൂളിൽ അധ്യാപക ജോലി നൽകാമെന്ന് പറഞ്ഞുമാണ് ഹരൻ വൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. 6 കേസും ഒരു പരാതിയും നിലവിലുണ്ട്. ഓരോ വ്യക്തികളിൽ നിന്നും അധ്യാപക ജോലിക്ക് 20 ലക്ഷം, 15 ലക്ഷം എന്ന കണക്കിൽ പണം വാങ്ങിയിട്ടുണ്ട്. പല കേസിലും ഇയാൾ കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യം നേടിയിട്ടുമുണ്ട്. എന്നാൽ ഒരു വ്യക്തി കോടതിയിൽ നൽകിയ ചെക്ക് കേസിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം വഞ്ചന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ ഒന്നുകുറയെ 1000 യോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതരെ ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ബോർഡ് മെമ്പർ KP അജയൻ, കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ രാജ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ K വിനോദ് കുമാർ എന്നിവരെയാണ് ആദരിച്ചത്. സ്വീകരണ യോഗത്തിൽ യോഗം പ്രസിഡന്റ് N പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശശിധരൻ, ട്രഷറർ കൊരട്ടിയിൽ രാമചന്ദ്രൻ, ആനന്ദ് മേനോൻ, അഗ്രശാല വിജയൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരമ്മയുടെ ഈ ഭാരിച്ച ഉത്തരവാദിത്വം വടക്കാഞ്ചേരിയിൽ കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ റോഡിന്റെ സുരക്ഷാ കവചമായ മതിൽ പൊളിച്ചതിനെതിരെ പോലീസിൽ പരാതി. വടക്കാഞ്ചേരി ഫൊറോന പള്ളിക്ക് മുൻപിൽ നിർമ്മിച്ച മതിലാണ് നഗരസഭാ അധികൃതരുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കുന്നതിനായി 7 മീറ്ററോളം പൊളിച്ചു നീക്കിയത്. പൊതുമരാമത്ത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വകുപ്പിന്റെ അധീനതയിലാണ് റോഡിന്റെ ഓരത്തുള്ള പൊളിച്ചു നീക്കിയ മതിൽ. പരാതിയെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ പുറപ്പെടുവിച്ചു.
മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പ് കേസിൽ മുൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ CPM പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. കോൺഗ്രസ് നേതാവായിരുന്ന AR രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെയ് 9 പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാൻ CPM മാള ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. ഈ സംഭവത്തിൽ രണ്ടാം പ്രതിയാക്കിയിട്ടുള്ള മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി സജീവനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഏരിയ കമ്മിറ്റി യോഗത്തിൽ KV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M രാജേഷ്, T ശശിധരൻ, ഏരിയ സെക്രട്ടറി TK സന്തോഷ്, സിന്ധു ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മണക്കുളം രാജകുടുംബത്തിന്റെയും പുന്നത്തൂർ രാജകുടുംബത്തിന്റെയും ഊരായ്മയിലുള്ള കുന്നംകുളം കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠയ്ക്കായുള്ള ദാരുബിംബ നിർമ്മാണം പൂർത്തിയായി. ശാസ്ത്രവിധി പ്രകാരം ലക്ഷണമൊത്ത വരിക്കപ്ലാവിന്റെ ഒറ്റത്തടിയിലാണ് ദാരുബിംബം നിർമ്മിച്ചതെന്ന് ദാരുശില്പി എളവള്ളി നന്ദൻ പറഞ്ഞു. കക്കാട് ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന ദേവീക്ഷേത്രത്തിലേക്ക് വേണ്ടതായ ദാരുബിംബമാണത്. ഇതിന് ഏകദേശം 3.5 അടി ഹൈറ്റ് ഉണ്ട്. ഇത് വരിക്കപ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3.5 അടി ഉയരത്തിലുള്ള ദാരുബിംബം നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത ദാരുശില്പി എളവള്ളി നന്ദൻ ആചാര്യയാണ്. നവീൻ, ആശാമേനോൻ, പ്രസാദ്, നവ്യ നന്ദൻ എന്നിവർ ശില്പനിർമ്മാണത്തിൽ സഹായികളായി. വാസ്തു ആചാര്യൻ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാടാണ് കൈക്കണക്കുകൾ തയ്യാറാക്കിയത്. ബുധനാഴ്ച രാവിലെ 7:30-നും 9:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം പൂർവിക പാരമ്പര്യ ആചാര്യ പരമ്പരയായ മുണ്ടയൂർ ഇല്ലത്തെ തന്ത്രിമുഖ്യർ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും. നിർമ്മാണ പ്രവർത്തികൾക്ക് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് VP കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി KA അജീഷ്, ട്രഷറർ KK ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്തെ എല്ലാ ഭവനരഹിതർക്കും അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ലൈഫ് പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കായിക, വഖഫ്, ഹജ്ജ് വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ലൈഫ് PMAY ഗുണഭോക്തൃ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് വെച്ച് നൽകുവാനും തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിലും പങ്കാളികളാകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളം നൽകുന്നതിൻ്റെ പകുതി തുക പോലും ഒരു സംസ്ഥാനവും ഭവനം നിർമ്മിക്കുന്നതിന് നൽകുന്നില്ല. ഇപ്പോൾ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 75,000 രൂപയാണ് അവർ നൽകുന്നത്. കൂട്ടായ്മയുടെയും സഹജീവി സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃക തീർത്ത് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിലെ 6ാമത്തെ വീടും യാഥാർത്ഥ്യമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ വിവിധ യൂണിറ്റുകളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം മന്ത്രി Dr. R. ബിന്ദു നിർവഹിച്ചു. ആളൂരിലെ ഭവനരഹിതയായ റസിയ സുൽത്താനാണ് സ്വപ്നഭവനത്തിന്റെ താക്കോൽ മന്ത്രിയിൽ നിന്നും സ്വീകരിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. NSS ഓഫീസർ Dr. NR അൻസാർ, NSS പ്രോഗ്രാം കോർഡിനേറ്റർമാരായ Dr. M. അരുൺ, Dr. PU സുനീഷ്, പ്രോഗ്രാം ഓഫീസർ CU വിജയ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. എന്നുള്ളത് സാക്ഷാത്കരിക്കുന്ന NSSന്റെ യൂണിറ്റുകൾ വലിയ സംഭാവനയുടെ സഹായത്തോടുകൂടി വളരെ ജീവകാരുണ്യപരവും മനുഷ്യസ്നേഹപ്രേരിതവും കാൽപന്തുകളിയിലെ സുവർണ കാലഘട്ടത്തിന്റെ ഓർമ്മകളുമായി മാളയുടെ പേരിനൊപ്പം പെരുമയുമായി കിക്ക് ഓഫ്. മാള അൽ അസ്ഹർ സ്കൂൾ മൈതാനത്താണ് മൽഹ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സോക്കർ ഫെസ്റ്റ് ആരംഭിച്ചത്. K. കരുണാകരന്റെ പേരിലുള്ള വിന്നേഴ്സ് ട്രോഫിയുമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഫുട്ബോൾ കളിയുടെ ആവേശം മാളയിൽ നിറഞ്ഞത്. ലഹരിക്കെതിരെ എന്ന സന്ദേശമാണ് ഇക്കുറി ഉയർത്തിയിട്ടുള്ളത്. TK ചാത്തുണ്ണി, ഫാക്ട് മണി, പട്യാല തുടങ്ങിയവർ ഫുട്ബോൾ പ്രേമികളെ ആവേശം കൊള്ളിച്ചപ്പോൾ മാളയിൽ നിന്ന് നിരവധി പ്രതിഭകളാണ് ഉണ്ടായിരുന്നത്. ഫുട്ബോൾ കളിക്കാരെ വളർത്തുന്നതിനും കായിക പ്രേമികളെ ആവേശത്തിലാക്കുന്നതിനും 1974 മീന ഗോൾഡൻ ട്രോഫി ടൂർണമെന്റ് ആരംഭിച്ചത്. EI തോമസ്, ജോസ് P. ജോർജ്, സൈമൺ പെരേപ്പാടൻ, EI ഡേവിസ്, ES ജോർജ് തുടങ്ങിയവരാണ് അക്കാലത്ത് മാളയിലെ ഫുട്ബോൾ പ്രേമികളെ കോരിത്തരിപ്പിച്ച താരങ്ങൾ. ഇതിൽ ജോസ് P. ജോർജ് സംസ്ഥാന ടീമിൽ അംഗമായി. 1979
ക്രൈസ്റ്റ് കോളേജ് ടീം ക്യാപ്റ്റനായിരുന്ന EI ഡേവിസ് നേതൃത്വം നൽകിയ ഇരിങ്ങാലക്കുട ഒളിമ്പ്യൻസ് വിജയികളായി. അതിനിടെ സംഘാടകരെ ഞെട്ടിച്ചുകൊണ്ട് മീന ട്രോഫി അപ്രത്യക്ഷമായി. പകരം പള്ളിയിലെ ഒരു നിലവിളക്കാണ് സമ്മാനമായി കൊടുത്തത്. TCV മാള. അനധികൃത കാറ്ററിംഗ് നടത്തുന്നവരും വ്യാജ ഇവന്റ് മാനേജ്മെന്റുകളും സർക്കാർ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളും നിയമ സംവിധാനങ്ങളും പാലിക്കാതെ പ്രവർത്തിക്കുന്നത് അംഗീകൃത കാറ്ററിംഗ് മേഖലയെ തകർക്കുകയാണെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ 10 ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന പിഴവുകൾക്ക് പോലും അംഗീകൃത സ്ഥാപനങ്ങളെയാണ് ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നത് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുതുക്കാട് മേഖലാ പ്രസിഡന്റ് K. സുനിൽകുമാർ, ജനറൽ സെക്രട്ടറി PJ ബൈജു, ജില്ലാ വൈസ് പ്രസിഡന്റ് AP പോൾസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെ സാമൂഹിക പ്രവർത്തന വിഭാഗവും നെന്മണിക്കര പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന 3 ദിവസത്തെ വേനൽ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. നെന്മണിക്കര MKM UP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ ഡോക്ടർ സ്റ്റിഷിൻ K. പോൾ, പഞ്ചായത്ത് അംഗം ബിന്ദു ശശീന്ദ്രൻ, പ്രധാനാധ്യാപിക സിന്ധു മേനോൻ, ജിജോ കുരുവിള, VR സുരേഷ്, അനാമിക എന്നിവർ സംസാരിച്ചു. പേങ്ങാമുക്ക് ഹൈസ്കൂളിൽ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 87ാം വാർഷികാഘോഷവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താൻ നടപ്പിലാക്കിയ പദ്ധതികൾ മൂലം കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം മികച്ചതായതായി മന്ത്രി R. ബിന്ദു പറഞ്ഞു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ER രേഷ്മ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന ജീവനക്കാരി MK സുധയെയും കായിക മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും SSLC ഉന്നത വിജയികളെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ആദരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, പ്രധാനാധ്യാപകൻ CS ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ വിദ്യാലയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ലഹരിക്കെതിരെ കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രേവ് ബോധി റെസിഡൻസ് അസോസിയേഷൻ വേലൂരും ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂരും സംയുക്തമായി വേലൂർ ബോധി ലൈനിൽ കളിക്കളം ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് തയ്യാറാക്കി. ഒരു കായിക വിനോദമെന്ന നിലയിലും വ്യായാമ ഉപാധി എന്ന നിലയിലും ജനകീയമായ ഷട്ടിൽ മത്സരത്തെ ഉപയോഗപ്പെടുത്തി ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒന്നാകെ പ്രായലിംഗഭേദമില്ലാതെ ഒരു വലയ്ക്കിരുപുറത്തും അണിനിരത്തി പുതിയൊരു മാറ്റത്തിന് തുടക്കമിടുകയാണ് ബ്രേവ് ഷട്ടിൽ കോർട്ടിന്റെ ഉദ്ഘാടനം ബ്രേവ് പ്രസിഡന്റ് വിനോദ് ദാസ് നിർവഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ ശീർഷേന്ദു ലാൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് ലഹരി വിമുക്ത പ്രതിജ്ഞ ചൊല്ലി പ്രവീൺ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. തുടർ പ്രവർത്തനങ്ങളുമായി വിവിധ പ്രായത്തിലുള്ളവരെ ഉൾപ്പെടുത്തി ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. SSF സ്ഥാപക ദിനമായ ഏപ്രിൽ 28-ന് ശരികളുടെ ആഘോഷം കുന്നംകുളം ഡിവിഷൻ സമ്മേളനം കേച്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യൂണിറ്റ് സെക്ടർ കേന്ദ്രങ്ങളിൽ വ്യാപകമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയതിന് ശേഷമാണ് ഡിവിഷൻ തലത്തിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ SSF കുന്നംകുളം ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഷിബിലി അദനി എരുമപ്പെട്ടി, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നവാസ് AS, ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് നിയാസ് അദനി പഴവൂർ, സെക്രട്ടറി മുഹമ്മദ് ത്വയ്യിബ് സഖാഫി ഇയ്യലക്കാട് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കുറുക്കൻപാറ IPC ഗോസ്പൽ പവർ സെന്റർ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 2, 3, 4 തീയതികളിൽ ജീസസ് വോയ്സ് നഗറിൽ പൊതുയോഗവും ഡെലിവറൻസ് മീറ്റിംഗും സഭായോഗവും സംഗീത വിരുന്നും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദിവസവും വൈകിട്ട് 6 മണിക്ക് പൊതുയോഗവും മെയ് 3-ന് രാവിലെ 10 മുതൽ 1 മണി വരെ ഡെലിവറൻസ് മീറ്റിംഗും മെയ് 4-ന് 9 മുതൽ 12:30 വരെ സഭായോഗവും നടക്കും. പാസ്റ്റർ KK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. ചർച്ച് പാസ്റ്റർ ജെമി വർഗീസ്, സെക്രട്ടറി CG രാജു, ട്രഷറർ പ്രേംരാജ് TK, പബ്ലിസിറ്റി കൺവീനർ റോക്കി PG, ജോയിന്റ് ട്രഷറർ സജി ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അരിമ്പൂരിൽ 2 ദിവസമായി നടന്നുവന്നിരുന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. പുതിയ പ്രസിഡന്റായി അബ്ദുൽ ഖാദർ എടവിലങ്ങിനെയും സെക്രട്ടറിയായി MK പ്രകാശിനെയും
ട്രഷററായി PM പുഷ്പകുമാരിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ആളൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന് കൊടിയേറി. ഗ്രാമിക അക്കാദമി പൂർവ്വ വിദ്യാർത്ഥികളുടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ നാട്ടുകാരണവന്മാരായ MS മൊയ്തീൻ, ലീല കുമാരൻ തെക്കൂട്ട്, PL പത്രോസ് പുന്നോലിപ്പറമ്പിൽ, അമ്മിണി അയ്യപ്പൻ പുല്ലുപറമ്പിൽ, ലീല പരമേശ്വരൻ വടക്കര എന്നിവർ ചേർന്നാണ് കൊടിയേറ്റം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, C മുകുന്ദൻ, AR ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് SSF ചാവക്കാട് ഡിവിഷൻ സമ്മേളനം ചൊവ്വാഴ്ച ചാവക്കാട് വ്യാപാര ഭവനിൽ നടക്കും. ഉച്ചതിരിഞ്ഞ് 2-ന് SSF ജില്ലാ സെക്രട്ടറി നിഷാർ മേച്ചേരിപ്പടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡിവിഷൻ പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ സഖാഫി, അൽ ഖാദിരി ചേറ്റുവ, ജനറൽ സെക്രട്ടറി അബ്ദുൾ സലീം, മുഹമ്മദ് അനസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൂരമഹോത്സവവും ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ശേഷം പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശിവേലി നടക്കും. 5 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. 11:30 മുതൽ 1:40 വരെ കാവടിയാട്ടം നടക്കും. വൈകിട്ട് 3:30 മുതൽ 6 വരെ 60ഓളം മേളകലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുണ്ടാകും. തുടർന്ന് നാടൻ കലാരൂപങ്ങളുടെ വരവ്, ദീപാരാധന, 8-ന് നാടകം, 12 മുതൽ 2 വരെ കാവടിയാട്ടം, തുടർന്ന് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ഉത്സവ ദിവസം അന്നദാനം ഉണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രൻ പുതിയേടത്ത്, KK ഹരിദാസ്, SK ചന്ദ്രൻ, VS സുമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SSF സ്ഥാപക ദിനാഘോഷം തൃശൂർ ഡിവിഷൻ സമ്മേളനം ആമ്പല്ലൂരിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. വൈകിട്ട് വെണ്ടൂരിൽ നിന്ന് ആമ്പല്ലൂരിലേക്ക് നടത്തുന്ന വിദ്യാർത്ഥി റാലിയോടെ സമ്മേളനം ആരംഭിക്കും. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ SSF സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി കണ്ണൂർ പ്രമേയ പ്രഭാഷണം നടത്തും. ലഹരി ഉപയോഗത്തിന്റെ മാരക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമൂഹത്തെ ഉണർത്തുന്ന വോയിസ് ഓഫ് ഹോപ്പ് പദ്ധതിയും സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക തിന്മകളെ അത് ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്ന സ്ട്രീറ്റ് പൾസും യൂണിറ്റുകളിൽ നടക്കും. സെക്ടർ കേന്ദ്രങ്ങളിൽ സ്നോ ലൈറ്റ്സ് ഗോ എന്ന പേരിൽ ആന്റി ഡ്രഗ് മാരത്തോണും സംഘടിപ്പിക്കും. ഡിവിഷൻ പ്രസിഡന്റ് ജൗഹർ അദനി കാമിൽ സഖാഫി, സെക്രട്ടറിമാരായ സ്വാദിഖ് കോടാലി, മുർഷാദ് കോടാലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടക്കുന്നുവെന്നാരോപിച്ച് CPI കാട്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ബാങ്ക് മെയിൻ ബ്രാഞ്ചിന് മുന്നിൽ നടന്ന ധർണ CPI ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റി അംഗം TV വിപിൻ ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് AJ ബേബി അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോജോ തട്ടിൽ, ND ധനേഷ്, CC സന്ദീപ്, ബിന്ദു സുബി, VA ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസിന്റെ ലേഖനവും കവിതയുമടങ്ങിയ പുസ്തകങ്ങൾ MLA ഏറ്റുവാങ്ങി. ദേവസൂര്യയുടെ പുസ്തക കൈനീട്ടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ദേവസൂര്യയെ ഹരിത ഗ്രന്ഥശാലയായി MLA പ്രഖ്യാപിച്ചു. സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്ന KS രാമൻ, KS ലക്ഷ്മണൻ, പ്രധാനാധ്യാപകനായ ഡൊമിനിക് സാവിയോ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നൃത്തസന്ധ്യയും അരങ്ങേറി. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണം ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ KP ജയൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്വാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ K കല അധ്യക്ഷയായി. ആചാര്യൻ സ്വാമി ശങ്കര വിശ്വനാഥാനന്ദ സരസ്വതി, ദേവസ്വം ഓഫീസർ V മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് വൈശാഖ മാസാചരണം നടത്തുന്നത്. മെയ് 26 വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹം നടക്കുക.
സ്വാമി ശങ്കര വിശ്വനാഥാനന്ദ സരസ്വതി, കൃഷ്ണ എസ് നായർ, തെക്കേമഠം നാഗരാജൻ നമ്പൂതിരി, KRA നാരായണസ്വാമി കൊടുങ്ങല്ലൂർ എന്നിവരാണ് ആചാര്യന്മാർ. കാട്ടൂർ കോഓപ്പറേറ്റീവ് ബാങ്കിലെ അഴിമതിക്കെതിരെ BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ബാങ്കിന് മുന്നിൽ നടന്ന ധർണ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് KA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK ഷെറിൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം ധനീഷ്, സഹകരണ സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സർജദാസ്, മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സുനിൽ തളിയാപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. വേലൂർ 7 സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ നഹീൻ ജിയോദ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും KC തോമുണ്ണി മെമ്മോറിയൽ KT ജോസ് പന്തൽ വർക്ക്സ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ക്ലബ്ബ് മെമ്പറും മുൻകാല ഫുട്ബോൾ താരവുമായിരുന്ന നഹീൻ ജിയോദിന്റെ പിതാവ് KM സുര ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി സാബു കുറ്റിക്കാട്ട് അധ്യക്ഷനായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ക്ലബ്ബ് പ്രസിഡന്റ് KV അച്ചു, സെക്രട്ടറി അക്ഷയ് അച്ചു, BJP എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറി യദു കൃഷ്ണൻ, കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, CPM ലോക്കൽ സെക്രട്ടറി അഖിൽ ബേബി, KT ജോസ് എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. നല്ല കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് വാതായനങ്ങൾ തുറന്നുകൊണ്ട് തൃശൂരിലെ ഏറ്റവും വലിയ കണ്ണട ഷോറൂമായി കണ്ണട വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഇടിമണ്ണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് തൃശൂർ പാട്ടുരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. പാട്ടുരായ്ക്കൽ എമിറേറ്റ്സ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ കേരളത്തിലെ 14ാമത്തെയും തൃശൂരിൽ ആദ്യത്തെയുമായ ഷോറൂമിന്റെ ആശീർവാദ കർമ്മം ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഷാജു എടമനയും ഉദ്ഘാടനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമനും നിർവഹിച്ചു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞിലയിൽ നിന്ന് എമിറേറ്റ്സ് ടവർ ഉടമ ജിനി ശ്രീജിത്ത് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് MD ടോണി ഇടിമണ്ണിക്കൽ, ഡയറക്ടർ സണ്ണി ഇടിമണ്ണിക്കൽ, കാൾ സൈസ് ഇന്ത്യ ഹെഡ് വികാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. സ്റ്റൈലും ക്വാളിറ്റിയും ഒത്തുചേരുന്ന 100-ലധികം ബ്രാൻഡുകളും കൃത്യമായ നേത്രപരിശോധനയ്ക്കുള്ള അത്യാധുനിക AI സാങ്കേതിക വിദ്യയും ഈ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. മുഖത്തിന്റെയും കണ്ണിന്റെയും ആകൃതിയും വലിപ്പവും കണ്ണുകൾക്കിടയിലെ ദൂരവും അളന്ന് ഒരു വിർച്വൽ 3D മോഡൽ ഉണ്ടാക്കിയതിനു ശേഷം അനുയോജ്യമായ കണ്ണടകളും ലെൻസുകളും തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന അത്യാധുനിക ജർമ്മൻ AI സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സൈസ് വിസുഫിറ്റ് 1000 ഇവിടുത്തെ സവിശേഷതയാണ്. എല്ലാ പർച്ചേസുകൾക്കും EMI സൗകര്യവും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 50 ദിവസത്തേക്ക് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫറും ലഭ്യമാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,940 രൂപ, പവന് 71,520 രൂപ, വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,339 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കിനെ തുടർന്നാണ് നടപടി. ചാലക്കുടി വെട്ടുകടവ് കനാൽ റോഡിൽ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. നായയെ അടിച്ചുകൊന്നു. 30ഓളം തെരുവുനായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നഗരസഭ. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ. പ്രതി പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. വൈശാഖ പുണ്യമാസത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്കേറി. അഷ്ടപതി സംഗീതോത്സവത്തിന് തുടക്കം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.